നമസ്കാരം. പുതിയ വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യാതെയും തൽസ്ഥിതി തുടരാൻ നിർദ്ദേശിച്ചും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് നിരീക്ഷിച്ച കോടതി ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്നും പരാമർശിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വഖഫ് ബോർഡുകളിൽ നിയമനം നടത്തരുത്. ഹർജിക്കാർ ഉന്നയിച്ച അമുസ്ലിങ്ങൾക്ക് നിയമനം, വഖഫ് ബൈ യൂസർ എന്നീ ആവശ്യങ്ങളിലും അനുകൂലമായ നിലപാടാണ് കോടതിക്ക്. വഖഫ് ബൈ യൂസർ ഭൂമി അതുപോലെ തന്നെ തുടരണമെന്നും ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചില വ്യവസ്ഥകൾ താൽക്കാലികമായി നടപ്പാക്കരുത് എന്ന് പറയുന്നുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാരിനെയും ഹർജിക്കാരെയും തള്ളാനോ കൊള്ളാനോ കോടതി ഇപ്പോൾ തയ്യാറായിട്ടില്ല. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ 7 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇടക്കാല ഉത്തരവ് അനുകൂലിച്ച് പ്രതികൂലിച്ച് ഒക്കെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു. സുപ്രീം കോടതി ഉത്തരവ് വലിയ സന്ദേശം എന്ന് കോൺഗ്രസ്, കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് CPI, BJPക്കേറ്റ അടിയെന്ന് CPI, കോടതിയിലുള്ള വിശ്വാസം നിലനിർത്തുന്ന ഉത്തരവെന്ന് മുസ്ലിം ലീഗ്. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇടക്കാല ഉത്തരവ് കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ റോണി കെ ബേബി, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ് BJP നേതാവ്, അഡ്വക്കേറ്റ് MS സജി നിയമവിദഗ്ധൻ, ശ്രീ CK ഷാക്കിർ മുസ്ലിം ലീഗ് നേതാവ് എന്നിവർ ആണ്. ആദ്യം ശ്രീ CK ഷാക്കിർ, ഇവിടെ ഇതാ നിരവധി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. 73 ഹർജികൾ. ആ ഹർജികളിലെ പ്രധാനപ്പെട്ട ആവശ്യമെന്നത് ഈ നിയമ ഭേദഗതി തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതി തൽസ്ഥിതി തുടരണം എന്ന് നിർദ്ദേശിക്കുമ്പോഴും നിയമ ഭേദഗതി സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായിട്ടില്ല. വിധി സ്വാഗതാർഹം എന്ന് പറയുമ്പോൾ പോലും പ്രതീക്ഷ നൽകുന്നതാണോ? തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്, സന്തോഷകരമാണ്. രാജ്യത്തെ കോടതികളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയും അതുപോലെ തന്നെ നിയമങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഇന്നത്തെ ഉത്തരവ് വഴി വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിനെ തലോടി എന്നല്ല ഇവിടെ പറയേണ്ടത്. കൃത്യമായി കേന്ദ്ര സർക്കാരിനെ ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയാണ്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്നലെ 2 മണിക്കൂർ കോടതിയിൽ വിചാരണ നടന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ സോളിസിറ്റർ ജനറൽ പറഞ്ഞു, ഞങ്ങൾക്ക് വാദം ഉന്നയിക്കാൻ സമയം വേണമെന്ന്. അങ്ങനെ ഇന്ന് കോടതി വീണ്ടും സമയം അനുവദിച്ചപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല, മാത്രവുമല്ല ഞങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പിറകോട്ടടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ, ഞങ്ങളുടെ മുസ്ലിം ലീഗ് പാർട്ടി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രതിപക്ഷ മതേതര കക്ഷികൾ എല്ലാവരും ഇത് പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവന്ന സമയം മുതൽ ഈ കാര്യം ഉന്നയിക്കുന്നതാണ്. ഇത് രാജ്യത്തെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണ്. ഒരു മതവിശ്വാസത്തെ മതവിശ്വാസ പ്രകാരം വഖഫ് ചെയ്തിട്ടുള്ള ഭൂമി, സ്വത്ത്, പള്ളി പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ്. ഈ നിയമം രാജ്യത്ത് പുതുതായി കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെയാണ് ബില്ല് അവതരിപ്പിച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അന്ന് ഈ നിയമം JPCക്ക് വിട്ടത്. JPCക്ക് വിട്ടപ്പോൾ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പാർട്ടികളും ഒരുപാട് ആളുകളും ശക്തമായി എതിർത്തു. പക്ഷെ എതിർപ്പ് വകവെക്കാതെ ഇക്കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ആ ബില്ല് ആക്ടായി നിയമമായി രാഷ്ട്രപതി ഒപ്പുവെച്ചു. വളരെ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു അത് നിയമമായത്. തൊട്ടടുത്ത ദിവസം ഹർജി ഫയൽ സ്വീകരിച്ചു. കോടതി ആകെ 2 മണിക്കൂറും 5 മിനിറ്റും കൊണ്ട് ഇത് നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ തലോടുന്ന ഒന്ന് എന്ന് ഞാൻ പരാമർശിച്ചില്ല, പക്ഷേ കേന്ദ്ര സർക്കാരിനെയോ ഹർജിക്കാരെയോ പൂർണ്ണമായും തള്ളാത്ത ഒന്ന് എന്നാണ് ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചത്. അതിന് കാരണവും താങ്കൾ ഈ സൂചിപ്പിച്ച ഒന്ന് തന്നെയാണ്. അതായത് ഒന്ന്, കഴിഞ്ഞ ദിവസം നടന്ന വാദം അത് എത്ര മണിക്കൂറായിരുന്നു എന്ന് താങ്കൾ പറയുന്നു. ഇന്ന് നടന്ന വാദവും എത്രത്തോളം സമയമുണ്ടായി എന്ന് പറയുന്നു. സ്വാഭാവികമായും കോടതിയുടെ ബെഞ്ചിന് അത് പഠിക്കേണ്ടതുണ്ട്. അതിന് വാദം മാത്രമല്ല, ഈ വിജ്ഞാപനത്തിൻ്റെ ക്ലോസുകളടക്കം ബെഞ്ച് പരിശോധിക്കുകയും ചെയ്യും. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഒരു പക്ഷേ ഇത് നിയമ ഭേദഗതി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണമെങ്കിൽ തീർച്ചയായും നമുക്ക് കേന്ദ്രത്തെ പൂർണ്ണമായും തള്ളി
കോടതി എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു ഇടക്കാല ഉത്തരവാണ്. 7 ദിവസത്തെ സമയമാണ് കോടതി നൽകിയിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ നൽകുന്ന മറുപടികൾ അത് കോടതിക്ക് എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാനും സാധിക്കില്ല. അല്ല, ഇന്നലത്തെ കോടതിയുടെ നിരീക്ഷണം നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ. അതെ, വളരെ ചെറിയ സമയം കൊണ്ട് ഹർജിക്കാർ ഉന്നയിച്ച ആരോപണങ്ങളും അതുപോലെ തന്നെ കോടതിയുടെ സംശയവും തീർത്തു കൊടുക്കാൻ ഒരക്ഷരം പറയാൻ കേന്ദ്ര സർക്കാർ ഇല്ലായിരുന്നു. ഓരോ നിയമത്തിൽ നിന്നും നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാർ പരിശോധിച്ചപ്പോൾ എല്ലാം പിറകോട്ട് പോകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി. ഞങ്ങൾ അങ്ങനെ നടപ്പിലാക്കുന്നില്ല, ഇങ്ങനെ നടപ്പിലാക്കുന്നില്ല. അപ്പൊ കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആക്ടിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് നിഷേധിക്കുകയാണോ എന്ന്. അങ്ങനെ ഒരു കൃത്യമായ ധാരണയില്ലാതെ ഇത് തുടക്കത്തിൽ തന്നെ പൊളിയുമെന്ന് മനസ്സിലാക്കിയപ്പോ, ഇന്ന് സ്റ്റേ ഓർഡർ വരുമെന്ന് മനസ്സിലാക്കിയപ്പോ അല്പം പിറകോട്ട് പോയതാണ്. നമുക്ക് തിരിച്ചറിയാമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ നിരീക്ഷണങ്ങളും കുറച്ച് പവർഫുൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങളിതാ ഉത്തരവിറക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന സമയത്താണല്ലോ സർക്കാരിന് ഇതിന് സമയം വേണം, അല്ലെങ്കിൽ ഈ 2 മണിക്കൂർ സമയത്തെ വാദം കൊണ്ട് വിധിയിലേക്ക് പോകരുത് എന്ന് പറയേണ്ടി വന്നത്. ആ കോടതി അതുപോലൊരു കണിശമായ നിലപാട് ഇന്ന് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് താങ്കളോട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ടി വന്നത്. അല്ല അഭിലാഷ്, അതിന് സാഹചര്യം വേറെയാണ്. ഒന്ന്, ഇന്ത്യയുടെ ചരിത്രത്തിൽ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമം ഒറ്റയടിക്ക് ആദ്യഘട്ടത്തിൽ തന്നെ റദ്ദ് ചെയ്ത ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയോ മറ്റു കോടതിയോ റദ്ദ് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, ഇന്നലെ ഇവർ ഇതിനെല്ലാം എതിരായിരുന്നു. ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് ഇത് ഇടക്കാല സ്റ്റേ കൊടുക്കുന്നതിനല്ല, ആ രീതിയിൽ ചെയ്യുന്നത് ഞങ്ങൾ എതിരല്ല എന്ന് കീഴടങ്ങുകയാണ്. ആ കീഴടങ്ങലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒരു കാര്യം തീർത്ത് പറയാം, നമ്മളൊക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ ഒരുപാട് ആർട്ടിക്കിൾ നമ്മളൊക്കെ പലതവണ ചർച്ച ചെയ്ത വിഷയമായതൊരു കൂടുതൽ പറയുന്നില്ല. അത് കോടതിക്ക് ബോധ്യമായി. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കോടതികളെ വിരട്ടാനൊരു ശ്രമം നടത്തി. ഇത് കോടതിക്ക് കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമല്ല, പരിധി ലംഘിക്കരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ബെഞ്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പരിധിയും പരിമിതിയും കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പരമോന്നത നീതിപീഠം അതിന്റെ അന്തസ് ആകാശത്തോളം ഉയർത്തിയിരിക്കുകയാണ്. അതിൽ നമുക്ക് ഭാരതീയരായ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ജനവിഭാഗത്തെ ഫാസിസ്റ്റ് രീതിയിൽ കീഴ്പ്പെടുത്താമെന്നുള്ള BJP സർക്കാരിന്റെ നീക്കത്തിനാണ് നമ്മുടെ സുപ്രീം കോടതി വിലങ്ങ് വെച്ചിട്ടുള്ളത്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ സമർപ്പിക്കുന്ന ഈ സത്യവാങ്മൂലമോ അവരുടെ വിശദീകരണമോ കേട്ട ശേഷം കൂടുതൽ വിശദമായി വ്യക്തമായ വിധികൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അതാണ് ഇന്നലെ നടന്ന വാദത്തിന്റെ തുടക്കത്തിൽ തന്നെ കോടതി പല കാര്യങ്ങളും പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നില്ല എന്ന് നിരീക്ഷിച്ചതാണ്. പ്രത്യേകിച്ച് കൗൺസിലിലും ബോർഡിലും ഒക്കെ അമുസ്ലിങ്ങൾ ആയിട്ടുള്ളവരെ അടക്കം ഉൾപ്പെടുത്തുമ്പോൾ അത് മതപരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം. വളരെ പ്രസക്തമായ പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. ഇതര മതത്തിൽപ്പെട്ടവരുടെ ട്രസ്റ്റുകളിലേക്ക് ഇങ്ങനെ ആളുകളെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നതടക്കം, കോടതി ബൈ യൂസർ ആയിട്ടുള്ള വഖഫ്, ഡീഡുള്ള വഖഫ് ഭൂമി, ഇതൊന്നും നിലവിലെ സ്ഥിതിയിൽ നിന്ന് മാറ്റാൻ അനുവദിക്കാനാവില്ല എന്ന നിരീക്ഷണത്തിലേക്ക് പോകുന്നു. പിന്നീട് ഇന്നും വാദം നടക്കുന്നു. പക്ഷേ സർക്കാരിന് അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നല്ലേ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതിനല്ലേ കോടതി ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുള്ളതും. അതായത് സർക്കാരിൻ്റെ വാദങ്ങൾ കൃത്യമായി അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് ബോധിപ്പിക്കാനോ സാധിക്കുന്നില്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അഭിലാഷേ, നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കോടതിക്കകത്ത് നടക്കുന്ന നടപടികളുടെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാനങ്ങൾക്ക് ഏതെങ്കിലും നിയമപരമോ വസ്തുതാപരവുമായ സാധ്യതയുണ്ടോ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രസക്തമായിട്ടുള്ള കാര്യം. അതെ, ഹർജിക്കാർ ഉന്നയിക്കുന്ന ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ എതിർകക്ഷി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിനോട് അത് അങ്ങനെയല്ലേ ഇതിങ്ങനെയല്ലേ എന്ന് കോടതികൾ ചോദിക്കുക എന്നുള്ളത് ഏത് കേസുകളിലും നടക്കുന്ന നടപടിയുടെ ഭാഗമാണ്. അതിന് ഉത്തരം കൊടുക്കുകയോ പിന്നീട് ഉത്തരം കൊടുക്കുകയോ കൗണ്ടർ ഫയൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി വരിക.
ഇനി ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ച് അതിലേതെങ്കിലും വസ്തുതയെ സംബന്ധിച്ചോ അതിൻ്റെ നിയമവശത്തെ സംബന്ധിച്ചോ ഭരണഘടനാപരമായ സാധുതയെ സംബന്ധിച്ചോ ഒക്കെ കൂടുതൽ വാദം കേൾക്കേണ്ടതോ അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് കോടതി അതിൻ്റെ വാദം കേൾക്കുമ്പോഴാണല്ലോ കേൾക്കുക. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണുള്ളത് അഭിലാഷേ. 1995-ലും 2013-ലും രണ്ട് ഘട്ടങ്ങളിലായി നമ്മുടെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലും ഇനി ഇടതുപക്ഷത്തിൻ്റെ എല്ലാം പിന്തുണയോടുകൂടി കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ഇതേ മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ പിന്തുണച്ചിരുന്ന കാലഘട്ടത്തിലുമെല്ലാം ഡ്രക്കോണിയൻ ലോ എന്ന് നമുക്ക് വെറുതെ പറയാ എന്നുള്ളതല്ല, നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ നീതിന്യായ സംവിധാനത്തെയും നമ്മുടെ ലോസ് ഓഫ് ലാൻഡിനെയും നമ്മുടെ സിവിൽ നിയമങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ രാജ്യത്തൊരു പ്രത്യേക കോടതി, ഒരു പ്രത്യേക സംവിധാനം, ഒരു പ്രത്യേക നിയമ സംവിധാനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും അപ്പീൽ കൊടുക്കാൻ കഴിയാത്ത സ്വന്തം നിയമങ്ങൾ പ്രഖ്യാപിക്കുന്ന, സ്വന്തം വിധികൾ പ്രഖ്യാപിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക, അതിനെ അംഗീകരിച്ചു കൊടുക്കുക. അതിന് അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഞങ്ങൾ ഭരണഘടനാപരമായി ചെയ്തതാണെന്ന് പറയുക, പാർലമെന്റ് പാസാക്കിയതാണെന്ന് പറയുക. അങ്ങനെ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളിലുള്ള ഭരണഘടനാ വിരുദ്ധതയും നിയമവിരുദ്ധതയും സാമാന്യ നിയമത്തിനും നീതിക്കും യോജിക്കാത്ത തരത്തിലുള്ള ജനങ്ങളുടെ ആശങ്കകളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണവും നിയമമാറ്റവുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ. അതിലൊരു മാറ്റവും ആ കാര്യത്തിനകത്തില്ല. ഇനി അതിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്നത് പോലെ, താങ്കൾ ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഇരുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വരുത്തിയിട്ടുള്ള ഈ നിയമ ഭേദഗതിയിലും കോടതിക്ക് നിരവധിയായ സംശയങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ ബോർഡിലേക്ക്, കൗൺസിലുകളിലേക്കൊക്കെ എങ്ങനെയാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്താൻ സാധിക്കുക? മറ്റൊന്ന്, ഇപ്പോഴത്തെ നിയമ ഭേദഗതി അനുസരിച്ച് ഒരാൾ വഖഫ് നടത്തണമെങ്കിൽ അയാൾ ചുരുങ്ങിയത് 5 വർഷം ഇസ്ലാമാകണം എന്നതുപോലെയുള്ള ചോദ്യങ്ങൾ, എന്നതുപോലെയുള്ള ഉപാധികൾ, അതാണ് കോടതിക്കും സംശയമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോടതി ഇത് ഒരുപക്ഷെ പൂർണ്ണമായും സ്റ്റേ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും തൽസ്ഥിതി തുടരണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരുന്നോ ഈ നിയമ ഭേദഗതി അവതരിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ അവസ്ഥ തന്നെയാണ് ഇനി തുടരേണ്ടത് അടുത്ത കോടതി ഉത്തരവ് വരെ എന്നല്ലേ? അഭിലാഷ്, ബഹുമാനപ്പെട്ട ഹർജിക്കാരെ സംബന്ധിച്ച് അവർക്ക് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തരവിന് അവർക്ക് അനുകൂലമായി പൂർണ്ണമായും അങ്ങനെയാണ് എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അവർക്കത് ധരിക്കാം, അവർക്കതുമായി മുന്നോട്ട് പോകാം. ഇവിടെയുള്ളത് വസ്തുതകൾ കണ്ടുകൊണ്ട് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകാൻ. ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? ആ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഇനി അതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂൾസ് വരാനിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തതകൾ വരാനിരിക്കുന്നു. ഇനി വഖഫ് നിയമത്തെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെൻറ് മാത്രം റൂൾസ് ഇറക്കിയാൽ പോരാ, അതിനെ സംസ്ഥാനങ്ങളും റൂൾസ് ഇറക്കണം. അതാത് സംസ്ഥാനങ്ങളുടെ വഖഫ് ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂൾസ് നടപ്പാക്കാനുള്ള നടപടികളുമായി സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോകണം. ആ തരത്തിലുള്ള നിയമ നടപടികൾ ഇനിയും, അതായത് നിയമം പാസ്സാക്കുന്നതും റൂൾസ് നടപ്പാക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇനിയും നടക്കാനിരിക്കാൻ. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുന്നത്, ഇത് നിങ്ങൾ നടപ്പാക്കാൻ പോവുകയാണോ? എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ കഴിയുക? ആർക്കും അറിയില്ലാത്തത് ഇത് ഒരു ദിവസം കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത്. അത് ഒരു ദിവസം കൊണ്ട് നടപ്പാക്കുക, 2 ദിവസം കൊണ്ട് നടപ്പാക്കുക എന്നുള്ളതല്ലോ. അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിയമം നടപ്പാക്കാനുള്ള നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. കോടതി, ബഹുമാനപ്പെട്ട കോടതി കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ചെയ്തിട്ടുള്ളത് അതിൽ നിലവിലെ സ്ഥിതി തുടരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിലവിലെ സ്ഥിതിക്ക് വ്യത്യസ്തമായി മറ്റൊരു ഉത്തരവ്, ബഹുമാനപ്പെട്ട കളക്ടർമാർക്ക് റവന്യൂ അധികാരം കിട്ടിയില്ലേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകരുത്. അത് മുന്നോട്ട് പോകാൻ സർക്കാരിന് അല്ലെങ്കിലും ഇപ്പോൾ കഴിയില്ല നേരിട്ട്. രണ്ടാമത്തത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബോർഡുകളെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ, അംഗങ്ങളെ വെക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ അതിന് കഴിയില്ല, അതിനുള്ള ഉദ്ദേശവും സർക്കാരിനില്ല എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട SG സുപ്രീം കോടതിയിൽ സൂചിപ്പിച്ചത്. അത് എൻ്റെ സുഹൃത്ത്, മുസ്ലിം ലീഗിൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ SG മിണ്ടാട്ടം മുട്ടിപ്പോയി. കോടതിയിൽ ഒന്നും മിണ്ടാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ കോടതികളോടല്ലേ സമ്മതിക്കുന്നത്? അവർ കൊണ്ടുവന്നിട്ടുള്ള ഹർജിയിൽ പറയുന്ന കാര്യങ്ങളെ നിയമപരമായി നടപടികളുടെ അടിസ്ഥാനത്തിലല്ലേ കോടതിയിൽ വിശദീകരിക്കാൻ വേണ്ടി കഴിയുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ എതിർവാദം വരുന്ന സമയത്ത് കൃത്യമായ അതിൻ്റെ കാര്യങ്ങളുണ്ടാകും, അതിൻ്റെ ബോധ്യപ്പെടുത്തലുകളുണ്ടാകും. ഇന്ന് കോടതി ചെയ്തിട്ടുള്ളത്, ആ കോടതിയുടെ അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ, ഇപ്പോൾ ഹർജിക്കാർ കൊടുത്തിട്ടുള്ള കാര്യം മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിലുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ വാദം എന്താണ് എന്നുള്ളത് കോടതിയുടെ മുൻപിൽ എത്തിയിട്ടില്ല. ആ വാദം കൂടി എത്തുന്നത് വരെ നിങ്ങൾ പ്രത്യേകമായൊരു നടപടിയുമായി പോകരുത് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അത് പോകുന്നില്ല എന്നുള്ളത് ഹർജിക്കാരുടെ വാദത്തിന്റെ ഭാഗമാണ്. അത് ആത്യന്തികമായി ഒരുപക്ഷേ ശ്രീ കൃഷ്ണദാസ് അങ്ങനെ പറയുമ്പോൾ ഈ ടെക്നിക്കലി ഇതിപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 95-ൽ അത് ഇടതുപക്ഷ സർക്കാരിന്റെ പിന്തുണയോടെയോ അല്ലെങ്കിൽ ലീഗിന്റെ പിന്തുണയോടെയോ കോൺഗ്രസ് നടപ്പിലാക്കിയോ എന്നാകട്ടെ, പക്ഷേ അത് ടെക്നിക്കലി ഇപ്പോഴും അത് നിലനിൽക്കുകയാണല്ലോ.
നിലവിൽ BJP അല്ലെങ്കിൽ NDA വരുത്തിയിട്ടുള്ള ഭേദഗതി സ്റ്റേ ചെയ്തതിന് തുല്യമായൊരു സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? അഭിലാഷേ, അത് അങ്ങനെയല്ല. അതായത് ഹർജിക്കാർ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് നിലനിൽക്കുന്നതല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അപാകതകൾ ഞങ്ങൾക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്കൊന്നും ബഹുമാനപ്പെട്ട കോടതി കടന്നിട്ടില്ല. രണ്ട് വിഷയങ്ങളാണ്. അല്ല, കോടതി കടന്നിട്ടില്ല എന്ന് അങ്ങനെ പൂർണ്ണമായും പറയാൻ സാധിക്കുമോ? കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങളടക്കം വളരെ പ്രസക്തമായി കഴിഞ്ഞ ദിവസം വാദത്തിന്റെ ഇടയിലൊക്കെ ഉണ്ടായില്ലേ ശ്രീ കൃഷ്ണദാസ്? പൂർത്തിയാക്കട്ടെ. അതായത് ഞാനൊന്ന് അല്ല, താങ്കൾ ഈ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം. അതായത് കോടതി തന്നെ ഇതിൽ പ്രധാനമായി സൂചിപ്പിച്ചത് 3 പോയിന്റുകളായിരുന്നു. അതിലൊന്ന് വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അല്ലേ, അത് നോട്ടിഫൈ ചെയ്യരുത് എന്ന് കോടതി വാക്കാൽ പരാമർശിച്ചില്ലേ ശ്രീ കൃഷ്ണദാസ്? ഉപയോഗം വഴിയോ ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അങ്ങനെ തുടരണം എന്ന് കോടതി നിരീക്ഷിച്ചില്ലേ? വഖഫ് സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ എല്ലാവരും മുസ്ലിം വിഭാഗക്കാരായിരിക്കണം എന്ന തരത്തിലൊരു പരാമർശം നടത്തിയില്ലേ? ഇനി താങ്കൾ സൂചിപ്പിച്ചതുപോലെ കളക്ടർ ആണ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷണം നടത്തുന്നത്. പക്ഷേ അന്വേഷണം നടത്തുമ്പോൾ വഖഫ് സ്വത്തുക്കൾ അങ്ങനെ അല്ലാതാകും എന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത്, അത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലേ ശ്രീ കൃഷ്ണദാസ്? അഭിലാഷ്, അതാണ് ഞാൻ ആദ്യം തൊട്ട് സൂചിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ രാജ്യത്ത് നിയമം പാർലമെന്റ് പാസ്സാക്കിയതിന് ശേഷം അതിൻ്റെ റൂൾസ് വരുന്ന സമയത്താണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടത്താൻ വേണ്ടി കഴിയുക നിയമപരമായി. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും വരാം. ഉദാഹരണത്തിന് അംഗങ്ങളെ നിയമിക്കാൻ കഴിയില്ലേ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചാണെങ്കിലും, ഇനി അതല്ല നിലവിൽ നിലനിൽക്കുന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടിഫൈ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിലാണെങ്കിലും ഒക്കെ ബഹുമാനപ്പെട്ട SG കോടതിയോട് അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാണെന്നേ. ഈ തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അടുത്തൊരു തീയതി വരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വാദം കേൾക്കുന്നത് വരെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കൃത്യമല്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ ഹർജിക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് പറയുകയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കോടതിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ പ്രത്യേകമായി ഇപ്പോൾ നടപടിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലൊരു ഉത്തരവ് വരട്ടെ, അതിനെന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ലല്ലോ. അത് കോടതികളിൽ നടക്കുന്ന ഒരു സ്വാഭാവിക നടപടിയുടെ ഭാഗമാണ്. കോടതി നടപടിയുടെ ഭാഗമായിരിക്കുന്ന ഒരു വിഷയത്തിൽ പ്രത്യേകമായി ഞങ്ങൾ ഇപ്പോൾ ഒരു നടപടിയുമായി കോടതിയെ ധിക്കരിച്ചുകൊണ്ടോ ഇനി അതല്ല നടപടികളെ എടുത്തുകൊണ്ടോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെന്താ തെറ്റുള്ളത്? അതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായി എന്നല്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കള്ളപ്രചരണങ്ങൾ നടത്താം. ആ കള്ളപ്രചരണത്തിന് എത്ര പേരെ മുന്നോട്ട് പോകാം? ഇതോടുകൂടി കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു. ഇതോടുകൂടി കോടതി ഈ നിയമത്തെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. ഇതിന്റെ തുടക്കം എന്താണെന്നറിയോ അഭിലാഷേ? ഈ തരത്തിലുള്ള പ്രചരണത്തിന്റെ നാളെ ഏതെങ്കിലും തരത്തിൽ ഈ നിയമത്തെ സ്റ്റേ ചെയ്യില്ല എന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ ഈ നിയമത്തിന്റെ ഏതെങ്കിലും വ്യവസ്ഥയെ സംബന്ധിച്ചോ ഇതിന്റെ നടപടികളെ സംബന്ധിച്ചോ തങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു വിധി ഉണ്ടായാൽ അത് കോടതി ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ തുടക്കമാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചത്. കോടതികളെ ഭീഷണിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. എന്താണ് ആ വാചകത്തിൻ്റെ ഉദ്ദേശം? ആ വാചകത്തിൻ്റെ ഉദ്ദേശം നാളെ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോടതി ഉത്തരവ് പ്രഖ്യാപിച്ചു എന്ന് ഞങ്ങൾ ഇന്നേ പറയുകയാണെന്നുള്ളതാണ്. ഈ തരത്തിലുള്ള രാഷ്ട്രീയ വിഡിത്തങ്ങളും രാഷ്ട്രീയ നിലപാടുകളും സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആളുകളോട് നമുക്ക് സഹതപിക്കാനല്ലാതെ എന്താ ചെയ്യുക? കോടതിയിൽ പോയി ഹർജിക്കാർ ഹർജി കൊടുത്ത് അവർ ഞങ്ങൾക്കൊരു ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊരു വിധി വരുന്നവരെ കാത്തിരിക്കുന്നവർ വരെ ഇന്ന് ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി നേതാവ് പറയുകയാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ മാധ്യമങ്ങളോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശങ്കകളുണ്ട്. എന്താ ആശങ്ക? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നിയമം തടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൽ വരാൻ പോകുന്ന ഭാവിയിലെ വിധിയെ സംബന്ധിച്ചോ ഉണ്ടാകാൻ പോകുന്ന കോടതി നടപടികളെ സംബന്ധിച്ചോ BJPക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി പറയണം. അതിന് ഇന്നേ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഒരു മുൻവിധി ഒന്നും എടുത്തുകൊണ്ട് കോടതിയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി ഹർജി കേട്ടതിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ വാദം കേട്ടതിന് ശേഷം അതിലൊരു തീരുമാനമെടുക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റോണി, എന്തായാലും ഇവിടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വളരെ പെട്ടെന്ന് ഒറ്റ കാര്യം കൂടി. 95-ലെയും 2013-ലെയും നിയമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി ഹർജികൾ, ഒന്നും രണ്ടുമല്ല നിരവധി ഹർജികൾ ഇതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് 5 കേസുകൾ ഇപ്പൊ കേൾക്കാം, ബാക്കിയുള്ളത് പിന്നെ കേൾക്കാം. അത് നടക്കട്ടെ, കോടതിയുടെ നടപടികൾ നടക്കട്ടെ. ശരി, അതാണ് ശ്രീ റോണി ഇവിടെ KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞത്.
സുപ്രീം കോടതി വലിയ സന്ദേശമാണ് നൽകുന്നത് എന്നാണ്. പക്ഷേ ഞാനും മനസ്സിലാക്കുന്നിടത്തോളം ഇതിലിപ്പോൾ ആർക്കും അങ്ങനെ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതോ ആയി എനിക്ക് തോന്നുന്നില്ല. ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിലെ ഭേദഗതികൾ സ്റ്റേ ചെയ്താൽ നമുക്ക് തീർച്ചയായും അത് കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സ്റ്റേയിലേക്ക് പോകുന്നില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിക്കുന്നു. മറുഭാഗത്ത് ഈ ഹർജിയിൽ പറയപ്പെടുന്ന പല പോയിന്റുകളും അത് വാല്യുബിൾ ആണ്, അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3-4 പോയിന്റുകൾ കോടതി ഇന്നലെ വാക്കാൽ നിരീക്ഷിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ കോൺഗ്രസ് പറയുന്നത് പോലെ അങ്ങനെ BJPക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ഒക്കെ വലിയ സന്ദേശം നൽകുന്നു എന്ന നിരീക്ഷണം അത് ഒരു ഇടക്കാല ഉത്തരവിന്മേൽ എത്രത്തോളം പ്രായോഗികമാണ്, അല്ലെങ്കിൽ ഈ കൃഷ്ണദാസ് പറയുന്നത് പോലെ അതിനും ഒരു ലക്ഷ്യമുണ്ടാകുമോ? നമുക്ക് തെരുവിൽ നിന്നുകൊണ്ട് എന്ത് കാര്യം വിളിച്ചു പറയാം. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി, വർഗീയ അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടി, വോട്ട് നേടുന്നതിന് വേണ്ടി ഒക്കെ നമുക്ക് എന്ത് കാര്യവും പറയാം. പക്ഷെ നിയമത്തിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു സാധ്യതയുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച നുണയായിരുന്നു, അല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി സുപ്രീം കോടതിയിൽ നടന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ മുതിർന്ന നിയമജ്ഞർ പോലും പ്രതീക്ഷിച്ചത് ഈ കേസ് ഇന്നലെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ സുപ്രീം കോടതി ചെയ്യാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് ഒരു നോട്ടീസ് അയക്കും. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട നിയമങ്ങൾ, അത് മുത്തലാഖ് നിയമമായിക്കോട്ടെ, പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, കാശ്മീരിന്റെ 370 റദ്ദാക്കിയതായിക്കോട്ടെ, ആ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ സുപ്രീം കോടതി ആദ്യപടിയായി ചെയ്തത് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുന്നു, സമയം കൊടുക്കുന്നു, അതിന് പിന്നെ കാര്യങ്ങൾ കേൾക്കുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടു 2 മണിക്കൂർ, ഇന്നലെ സുപ്രീം കോടതി 2 മണിക്കൂർ കേട്ട ആ വാദപ്രതിവാദങ്ങളും സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളും. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഓപ്പൺ കോർട്ടിലാണ്. ഞാൻ പ്രത്യേകമായി അടിവരയിട്ട് പറയുകയാണ്, ഓപ്പൺ കോർട്ടിൽ ഇന്നലെ സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളെല്ലാം ഈ നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട അവകാശവാദങ്ങളെല്ലാം മുന്നിയൊടിക്കുന്നതാ. ഈ നിയമവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളത്. ഇവിടെ ആദ്യം തൊട്ട് തന്നെ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷം എതിർക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. ആ ചർച്ച ചെയ്ത് ഞാൻ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ആ 3 കാര്യങ്ങളാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഈ ബോർഡിലും ട്രൈബ്യൂണലിലും നോൺ മുസ്ലിംസിനെ പിന്നെ അപ്പോയിന്റ് ചെയ്യാനുള്ള കാര്യം. അത് തന്നെ ഇന്നലെ സുപ്രീം കോടതി അതിശക്തമായി പറഞ്ഞു. ഇന്ത്യയിലെ 10 ബോർഡുകളുടെ ഉദാഹരണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ, തിരുപ്പതി ബോർഡ് ഉൾപ്പെടെ, ഈ പറയുന്ന സിഖ് ഗുരുദ്വാര കമ്മിറ്റികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഹിന്ദു എൻഡോവ്മെന്റ് ആക്ട് ഉൾപ്പെടെ 10 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ ഒന്നും ഇതര മതസ്ഥരെ വെച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന വഖഫ് നിയമത്തിൽ മാത്രം ഈ വഖഫ് ബോർഡുകളിൽ ഇന്ന ആളുകളെ വയ്ക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത്? ഇത് വളരെ കൃത്യമായി തന്നെ അവിടെ തന്നെ ഒന്ന് കേന്ദ്രത്തിന്റെ വാദങ്ങളുടെ മുനയൊടിഞ്ഞു. 2, ഇവര് പറഞ്ഞ എന്താ, ഇവിടുത്തെ ഏത് ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കാം, അതിന് പിന്നെ വഖഫ് ബോർഡിന്റെ എന്താ സ്വന്തം ഇഷ്ടപ്രകാരം വഖഫ് ബൈ ബിലീഫ് എന്ത് കാര്യം എവിടെ വേണേലും അങ്ങനെയാണ് ഈ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി മുഴുവൻ. അതിന് പോലും ആദ്യം 8 ലക്ഷം ഏക്കർ ആയിരുന്നു, പിന്നെ അമിത്ഷാ പ്രസംഗിച്ചത് 38 ലക്ഷം ഏക്കർ വരെയായി. ഇപ്പോൾ എന്താ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് ബൈ യൂസ് ആയിട്ടുള്ള പ്രോപ്പർട്ടികൾ പോലും നൂറ്റാണ്ടുകളായി അവരുടെ കൈവശം എടുത്തിരിക്കുന്ന. സുപ്രീം കോടതി ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യമാണ്. 10, 300, 500 വർഷം മുമ്പ് ഉള്ള മുസ്ലിം പള്ളികളുടെ ഒക്കെ ആധാരം തപ്പി ഇനി പോകാൻ പറ്റുമോ? രജിസ്റ്റർ ചെയ്ത രേഖകൾ തപ്പി പോകാൻ പറ്റുമോ? വളരെ കൃത്യമായി വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അതിന്റെ അകത്ത് കൂടുതൽ പിന്നെ കാര്യമൊന്നും പറയേണ്ടതില്ല. പിന്നെ 3ാമത്തത് ഇവിടെ പറഞ്ഞ എന്താ, ജില്ലാ കളക്ടറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സാങ്കേതികത്വം ഇത് സ്റ്റേ ചെയ്തോ. കാരണം എന്താ, ഇവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള തൽസ്ഥിതി തുടരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഞാൻ പറയാം എന്തുകൊണ്ട് ഇത് സ്റ്റേ ചെയ്തില്ല ഇന്നലെ തന്നെ എന്താ 1 മണിക്കൂറാണ് ഇന്ന് ബഹുമാനപ്പെട്ട സോളിസിറ്റർ ജനറൽ ഇന്ന് വാദിക്കാൻ വേണ്ടി കൊടുത്തത്. എന്ന് പറഞ്ഞു 1 മണിക്കൂർ സോളിസിറ്റർ ജനറലിനും 10 മിനിറ്റ് എതിർ കക്ഷികൾക്കുമാണ് ഇന്ന് കൊടുത്തത്. പക്ഷെ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ സോളിസിറ്റർ ജനറൽ വന്ന് എല്ലാം സബ്മിറ്റ് ചെയ്തു, ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തു. ഈ പറയുന്ന ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ നിരീക്ഷണങ്ങൾ മുഴുവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ന് അത് പിന്നെ ഇന്ന് സോളിസിറ്റർ ജനറൽ അംഗീകരിച്ചു, അത് സുപ്രീം കോടതി റെക്കോർഡ് ചെയ്തു. പിന്നെ ഞാനൊരു കാര്യങ്ങൾ പറയാം, എന്തുകൊണ്ടാണ് 7 ദിവസം ഇവിടെ കൂട്ടി ചോദിച്ചത്? 7 ദിവസം ചോദിച്ചത് സത്യവാങ്മൂലം നൽകാൻ വേണ്ടിയാ. കാരണം എന്താ, ഇന്ന് ഒരു പക്ഷേ ഇത് സ്റ്റേ ചെയ്യപ്പെട്ടേക്കാം എന്ന് ഭയന്നുകൊണ്ടാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ 7 ദിവസം പിന്നെ കൂട്ടി ചോദിച്ചത്. അത് സുപ്രീം കോടതി 7 ദിവസം കൂട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 7 ദിവസം കഴിഞ്ഞിട്ട് ഏതൊക്കെയാലും ഇന്നലെ ഇന്നും ഒന്നും ഒരു കാരണം അവർക്കൊരു മറുപടി പറയാനില്ല. ഈ കാര്യങ്ങളിൽ എന്താണ് അവർക്ക് മറുപടി പറയാനുള്ളത്?
കാരണം ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തില് ഇത് വളരെ അസാധാരണത്വം നിറഞ്ഞ കേസാണ്. ഞാൻ പറഞ്ഞതുപോലെ വളരെ സുപ്രധാനമായ ഒരു നിയമം. കാരണം അതാണല്ലോ ഇവിടെ ഈ BJP കേന്ദ്രമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയമത്തിന് ഒരു 2 മണിക്കൂർ വാദം കേട്ടപ്പോൾ തന്നെ ഇതിന്റെ ഭരണഘടനാ വിരുദ്ധത കോടതികൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ കൃത്യമായി നോക്കിക്കോ, ഇവിടെ എഴുതി വെച്ചു ഈ നിയമം സ്റ്റേ ചെയ്യപ്പെടാൻ പോവുകയാണ്. കാരണം ഇപ്പോൾ സ്റ്റേ ചെയ്തില്ല എന്ന് പറഞ്ഞ സാങ്കേതികത്വം ഒന്നും പറയണ്ട. കാരണം അത് തന്നെ ഇപ്പോൾ തൽസ്ഥിതി തുടരുക എന്ന് പറഞ്ഞാൽ അവിടെ റോണി, ഞാൻ താങ്കളൊന്ന് പറഞ്ഞത് താങ്കൾ എഡിറ്റ് ചെയ്യപ്പെടും എന്ന് ആണ് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എഡിറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തള്ളുക എന്നായിരിക്കണമെന്നില്ലല്ലോ അല്ലെ? കാരണം അതിനൊരു അന്തിമ വിധി വരുവോളം വരെ വേണമെങ്കിൽ ഈ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ 7 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്നത്. അല്ല, എന്റെ സംശയം, അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഈ നിയമ ഭേദഗതി ഏതാണ്ട് അതേപടി തന്നെ കോടതി തള്ളും എന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? അതിനപ്പുറത്ത് അതിലെ ചില ക്ലോസുകൾ കോടതി മരവിപ്പിച്ചേക്കാം എന്നുള്ളതാണോ? അതിനകത്ത് അപ്രധാനമായിട്ടുള്ള ചില ക്ലോസുകൾ ഒക്കെ നിലനിർത്തും. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാദങ്ങൾ BJP ഒരൊറ്റ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളും പറഞ്ഞു അതിന്റെ പിന്നെ 2ാം വകുപ്പ് പ്രകാരം മുനമ്പത്ത് മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ സേഫ് ആണെന്ന് പറഞ്ഞു. ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്താൽ പോകരുത്. സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? ആ 2ാമത്തെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് കോടതി ഉത്തരവുകൾ ഉണ്ടെങ്കിൽ പോലും ട്രസ്റ്റുകൾക്ക് ഈ വഖഫ് നിയമം ബാധകമല്ല എന്ന് നിയമം എഴുതി വെക്കുവാൻ ഇവിടെ ഈ പറയുന്ന കോടതി ഉത്തരവിനെ വയലേറ്റ് ചെയ്യാൻ ആരാണ് പാർലമെന്റിന് അധികാരം നൽകിയിരിക്കുന്നത് എന്ന് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഈ പറയുന്ന അദ്ദേഹം കൈമലർത്തുക ചെയ്യുന്നത് വളരെ നിസ്സഹായനായി ദയനീയമായി ആരാണ് ഈ പറയുന്ന അറ്റോർണി ജനറൽ, ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത പിന്നെ വാദിക്കേണ്ട വ്യക്തി, അയാൾ വളരെ നിസ്സഹായനായി എനിക്കൊന്നും അറിയത്തില്ല. അപ്പം തന്നെ വളരെ വ്യക്തമല്ലേ അതിനകത്ത് പറഞ്ഞു. അത് ആ ഒറ്റ ക്ലോസ് മതി ഈ ആക്ടിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കാൻ വേണ്ടി. കാരണം എന്താ, കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന ട്രസ്റ്റുകൾക്ക് ഈ പാർലമെന്റ് പാസ്സാക്കിയ നിയമം ബാധകമല്ല എന്ന് എഴുതി വെക്കുമ്പോൾ ഇവിടെയൊക്കെ പിന്നെ മുൻ കാലങ്ങളിലൊക്കെ വലിയ പിന്നെ തർക്കമുണ്ടായിട്ടുണ്ട്. പാർലമെന്റിനാണോ അധികാരം, കോടതിക്കാണോ അധികാരം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം സുപ്രധാനമായ വിധികൾ വന്നിട്ടുണ്ട് കേശവാനന്ദ ഭാരതി കേസിലൊക്കെ. അവിടെയൊക്കെ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞത് പാർലമെന്റ് ഏത് നിയമം പാസ്സാക്കിയാലും അത് ഭരണഘടനയിൽ 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ പോലും അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി വിശാല ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ടൊന്നും ഇപ്പോൾ ഈ 3 അംഗ ബെഞ്ചിന് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഈ നിയമം ഒരാഴ്ച കഴിയുമ്പോൾ സ്റ്റേ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നിയമവിദഗ്ധൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് MS സജി കൂടി ചേരുന്നുണ്ട്. ശ്രീ സജി, ഇവിടെ രാഷ്ട്രീയം പറയുന്നവർ സ്വാഭാവികമായും ആ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള നിരീക്ഷണങ്ങൾ നടത്താം. അതിൽ വസ്തുതാപരമായ നിരീക്ഷണങ്ങൾ ഉണ്ടാകാം, അല്ലാത്തതും ഉണ്ടാകാം. താങ്കൾക്ക് ഇന്നത്തെ കോടതിയുടെ നടപടിയിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? നിലവിൽ ആർക്കാണ് ആശ്വസിക്കാൻ സാധിക്കുന്നത്? ഈ കേസിലെ ഹർജിക്കാർക്ക് ആഹ്ലാദിക്കാനുള്ള വകയോ ഈ കേസിലെ എതിർകക്ഷിയായ കേന്ദ്ര ഗവൺമെന്റിന് നിരാശപ്പെടാനുള്ള ഒരു സമയമോ ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, തികച്ചും സങ്കീർണമായ ഒരു നിയമപ്രശ്നം, ഒട്ടനവധി ഭരണഘടനാപരമായ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വിവിധ മേഖലകൾ ഉൾപ്പെടുന്ന ഒരു നിയമപ്രശ്നം, എല്ലാം ഉൾപ്പെടുന്ന ഒരു നിയമനിർമ്മാണമാണ് ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ട് 2025 എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും അഭിലാഷ് പറഞ്ഞ പോലെ 65ഓ 70ഓ ഹർജികൾ അതിനെതിരെ വന്നു. അതിൽ BJP ഭരിക്കാത്ത 6 സംസ്ഥാനങ്ങൾ കൂടി അതിൽ ഹർജികൾ കൊടുത്ത് കക്ഷിയായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന അടിസ്ഥാന പ്രശ്നം ആർട്ടിക്കിൾ 25, 26 എന്നുള്ള പിന്നെ ആർട്ടിക്കിളുകളുടെ അനുച്ഛേദങ്ങൾ, ഭരണഘടനാ അനുച്ഛേദങ്ങൾ ലംഘനമാണോ എന്നുള്ളത് പ്രാഥമികമായി പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ കോൺട്രവേഴ്സ്ഡ് ആയിട്ടുണ്ടായുള്ള സെക്ഷൻ 40 ഓഫ് വഖഫ് ആക്ട്, 40 ഓഫ് വഖഫ് ആക്ട് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിനെതിരാണോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത്രയധികം സങ്കീർണമായ ഒരു വിഷയങ്ങൾ, ഭരണഘടനാപരമായ ധാരാളം വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയം, മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, ജീവിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, റൈറ്റ് ടു പ്രൊഫസ് റിലീജിയൻ ആർട്ടിക്കിൾ 25, 26 ബന്ധപ്പെട്ട ഒരു വിഷയം, ഇതൊക്കെ സങ്കീർണമായ 65-70ഓളം ഹർജികൾ വരുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഒരു ഉത്തരവ് സുപ്രീം കോടതി പ്രതീക്ഷിക്കും എന്ന് നമുക്ക് കരുതുക വയ്യ. തികച്ചും പക്വപരമായ ഒരു നിലപാടാണ് ഇന്ന് സുപ്രീം കോടതി സ്വീകരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു രാജ്യത്തെ ഒരു വലിയ ജനവിഭാഗം ആളുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഹർജികൾ
അതേസമയം ഈ പാർലമെന്റ് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി ഗവൺമെന്റ് പിന്നെ പ്രസിഡന്റ് ആക്സന്റ് കൊടുത്ത ഒരു നിയമം ഇതിനെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുക, ഭേദഗതി നിശ്ചയിക്കുക എന്ന് പറയുന്നത് തികച്ചും അപക്വരമായ തീരുമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ കാത്തു നിൽക്കൂ, തൽക്കാലം സ്റ്റേ അവിടെ നിൽക്കട്ടെ. സ്റ്റേ ചെയ്യുന്നില്ല, മറുപടി വരുന്നവരെ നിങ്ങൾ നിയമം നടപ്പാക്കരുത് എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തപൂർവമായ ഒരു നടപടിയാണ്. അത് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഹർജിക്കാർക്ക് അമിതമായി ആഹ്ലാദിക്കുവാനോ കേന്ദ്ര ഗവൺമെന്റിന് നിരാശപ്പെടുവാനോ ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടില്ല. തികച്ചും അവധാനതയോടുകൂടി പഠിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് മൂന്നംഗ സുപ്രീം കോടതി ജഡ്ജിമാർ എത്തിയിരിക്കുന്നത്, ആ ബെഞ്ച് എത്തിയിരിക്കുന്നത് എന്നാണ് അവിടെ അഡ്വക്കേറ്റ് എം എസ് സജി ഈ വാദത്തിനിടയിൽ ഏത് പക്ഷത്തായിട്ടുള്ള രാഷ്ട്രീയക്കാർ പുലർത്ത് ഞാൻ ഒരു സംശയം കൂടി ചോദിക്കുന്നത്, ഈ വാദത്തിനിടയിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളുണ്ടായി. ആ പരാമർശങ്ങളിലൊന്ന്, സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികളോ ഉത്തരവുകളോ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് ചീഫ് ജസ്റ്റിസ് തന്നെയാണ്, സഞ്ജീവ് ഖന്ന തന്നെയാണ് ഒരു പരാമർശം നടത്തി. ഇതൊക്കെ വാക്കാൽ നടത്തിയ പരാമർശവും വാദത്തിനിടയിലെ പരാമർശവുമാണ്. അതോടൊപ്പം തന്നെ കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനും പാടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഈ നിയമനിർമ്മാണം കോടതി വിധികൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെ മറികടക്കുന്നതാണോ എന്നൊരു സംശയം ഇത് കേൾക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കുണ്ടാകും. അതിൽ ഒരു നിയമവിദഗ്ധനായ താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? അങ്ങനെ കോടതിക്ക് പറയേണ്ടി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ട്, അങ്ങനല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ പറയാനായിട്ടില്ല. അതിപ്പോൾ ഭരണഘടനയുടെയും സുപ്രീം കോടതിയുടെയും അടിസ്ഥാന ചിലകളാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ കേശവാനന്ദ ഭാരതി കേസ് മുതൽ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ചിലകളെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണവും അനുവദനീയമല്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന നിയമനിർമ്മാണം അനുവദനീയം, അതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അത്തരം ഒരു നിരീക്ഷണങ്ങൾ വാക്കാൽ ഒരു ഓപ്പൺ കോടതിയിൽ ഒരു ജഡ്ജി നടത്തി എന്ന് വിചാരിച്ചാൽ അതിന്റെ അർത്ഥം ഈ നിയമം ഡിസ്ക്വാളിഫൈഡ് ആയി എന്നല്ല. അതൊരു പാസിംഗ് കമന്റ് ആയിട്ട് ഒട്ടനവധി ഹൈക്കോടതി സുപ്രീം കോടതി വിധികൾ പറയാറുണ്ട്. ഓറൽ ഒബ്സർവേഷൻസ് വിൽ നോട്ട് മേക്ക് ആസ് എ പാർട്ട് ഓഫ് ദി ജഡ്ജ്മെന്റ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഇരുഭാഗത്തും നിൽക്കുന്ന ആഘോഷിക്കുകയും അങ്ങനെ വിജയിച്ചു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അണികൾക്ക്, അവരുടെ വിശ്വാസികൾക്ക്, അവരെ പിന്തുടരുന്ന ആളുകൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണിത്. മറ്റൊരു കാര്യം, ഇവിടെ നമ്മളൊക്കെ ഈ മലയാളികൾ ഈ വിഷയം ചർച്ച ചെയ്തത് ഈ മുൻപം വിഷയം വളരെ സജീവമായി വന്നതിന് ശേഷമാണ്. അതിൽ കൂടെ ഒന്ന് രണ്ട് വിഷയം കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഈ കേസ് ഒരു പ്രിമേച്ചർ സ്റ്റേജിലാണ്. നമുക്കൊരു അഭിപ്രായം പറയാൻ പോലും ആവാത്ത സ്റ്റേജിലേ ആയിട്ടുള്ളൂ. അതൊരു ഹർജിക്കാർക്കോ എതിർകക്ഷികൾക്കോ വിജയിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കായിട്ടില്ല. ഭരണഘടനയുടെ ഒട്ടനവധി പ്രൊവിഷൻസ്, അനുച്ഛേദങ്ങൾ പരിശോധിച്ചിട്ടേ അത് പറയാനാവുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഈ മുൻപം വിഷയത്തിലേക്ക് വന്നപ്പോഴാണല്ലോ നമ്മൾ കേരളത്തിൽ ഇത് സജീവമായി ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ചരിത്രം കൂടി ഒന്ന് ബന്ധപ്പെട്ട വിഷയമായിട്ട് പരാമർശിക്കാതെ വയ്യ. 2007 8 എനിക്ക് തോന്നുന്നു അന്നത്തെ വഖഫ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി എം എ നിസാർ കമ്മീഷനെ വെക്കുകയാണ്. എന്തിന്? കേരളത്തിലെ വഖഫ് പ്രോപ്പർട്ടികളുടെ മാനേജ്മെന്റ് സംബന്ധിച്ച് പഠിക്കാൻ. അദ്ദേഹമാണ് ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ മുനമ്പം പ്രോപ്പർട്ടി അത് വഖഫിന്റേതാണെന്ന് ഡീംഡ് ആയിട്ടൊരു കണ്ടെത്തൽ നടത്തുകയും അത് റീക്ലെയിം ചെയ്യുന്ന ഒരു ഫൈൻഡിംഗ് ഉണ്ടാവുകയും വഖഫ് ബോർഡിന്റെ മുന്നിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കണം, അത് എങ്ങനെയാണ് ഒരു വിഷയം വിവിധ രീതികളിൽ ദൂരഭാഗമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിലേക്ക് അത് കേരളത്തിൽ ഒരു പരിധിവരെ വർഗീയമായ വേർതിരിവ് പോലും ഉണ്ടാക്കിയത് എന്നുള്ളതിന്റെ കാരണം നമുക്ക് ഇപ്പോൾ അത് സാങ്കത്യമാണ്, അത് സൂചിപ്പിക്കേണ്ടതും കൂടിയുണ്ട്. അത് വഖഫ് ബോർഡിന്റെ മുമ്പാകെ വരികയും വഖഫ് ബോർഡിന്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. ഇത് വഖഫ് ബോർഡിന്റെ പരിഗണനയ്ക്ക് വരാനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ, അധികാര പരിധി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അത് പരിശോധിക്കണമെന്ന് ജസ്റ്റിസ് സിരിജഗൻ, അന്നത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്റ്റിസ് സിരിജഗനാണ് നിർദ്ദേശം കൊടുത്തു. ഇത് വഖഫ് ബോർഡിന്റെ പരിധിയിൽ വരുന്നതാണോ ഇല്ലയോ എന്നുള്ളത്. ആ വിഷയം പരിഗണിക്കാതെയാണ് വഖഫ് ബോർഡ് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അത് വഖഫ് ലഭിച്ചു എന്ന് പറയുന്ന ഫാറൂഖ് കോളേജിന്റെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ഫൈൻഡ് ചെയ്തത്. എനിക്ക് ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു സംഭവം, അപഹാസ്യമൊന്നും സംഭവം പറയാതെ വയ്യ, ഈ കമ്മീഷണറായിട്ടുള്ള ശ്രീ എം എ നിസാർ തന്നെ ഈ ട്രിബ്യൂണലിന്റെ മുന്നിൽ കക്ഷിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. ട്രിബ്യൂണലിന് മുന്നിലല്ല, ഈ ബോർഡിന്റെ മുന്നിൽ. അത് ഏത് ഇന്റഗ്രിറ്റിയാണ്, അത് അധികം പേർക്ക് അറിയാത്തൊരു രഹസ്യമാണ്. ഒരു ചാനൽ ചർച്ചയിൽ പറയേണ്ടത് തന്നെയാണ്. ഈ വഖഫ് മുൻപും ഇങ്ങനെ സജീവമായ നിയമപ്രശ്നമാക്കിയ ആ കമ്മീഷൻ റിപ്പോർട്ട്, ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്നതാണോ ഇല്ലയോ എന്നും കൂടി പരിഗണിക്കുന്നു. അദ്ദേഹം വഖഫ് ട്രിബ്യൂണലിൽ മുന്നിൽ രണ്ട് കക്ഷികൾക്ക് വേണ്ടി ഹാജരായി, പിന്നീട് പിന്മാറിയിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ രേഖകൾ കോടതിയിലുണ്ട്. ഇത്തരം രീതിയിലാണ് ചില കമ്മീഷനുകളും ചില രാഷ്ട്രീയക്കാരും കൂടി പ്രവർത്തിക്കുന്നത്
സംഭവിക്കുന്നത് എന്നുള്ളത് ഇരുവിഭാഗവും തമ്മിൽ പോരടിക്കുകയും ആളുകളെ ഗ്യാദർ ചെയ്യുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കാൻ നന്നാവും. അതിനെതിരെയുള്ള അപ്പീലാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ജൂറിസ്ഡിക്ഷൻ ഇഷ്യൂ തന്നെ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത് സെക്ഷൻ 40 ഓഫ് ദി വഖഫ് ആക്ട് പ്രകാരം 40 ഓഫ് വഖഫ് ആക്ട് പ്രകാരം വഖഫ് പ്രോപ്പർട്ടി എന്ന് തോന്നിപ്പിക്കുകയോ ധരിക്കുകയോ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ പുറത്ത് ക്ലെയിം ഉണ്ടാക്കാം എന്നതിന്റെ പേരിലാണ് ഇത്ര വലിയ നിയമപരമായ സങ്കീർണതകളും നിയമനിർമ്മാണത്തിലേക്കും എത്തിയത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം. അല്ല, അതാണല്ലോ ഞാൻ ഇടയ്ക്ക് റോണിയോട് ചോദിച്ചിരുന്നു. അതായത് പൂർണ്ണമായും ഇത് തള്ളും അല്ലെങ്കിൽ കോടതി സ്റ്റേ ചെയ്യും എന്ന്, അല്ലെങ്കിൽ ഈ വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് ഞാൻ റോണിയോട് ചോദ്യമായി ഉന്നയിച്ചത് അതുകൊണ്ടുകൂടിയാണ് അഡ്വക്കേറ്റ് MS സജി. ഒരിക്കലും ആ സാഹചര്യമായിട്ടില്ല അഭിലാഷ്. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, ഒരു കോടതിയുടെ അഡ്മിഷൻ സമയത്ത് ഒരു പെറ്റീഷൻസിന്റെ റിട്ട് പെറ്റീഷന്റെ പ്രാഥമിക ഹിയറിംഗ് സമയത്ത് വളരെ സങ്കീർണമായ ഭരണഘടനാ വിഷയങ്ങളുള്ള സമയത്ത് കോടതികൾ ജഡ്ജിമാർ ഓപ്പണായിട്ട് അഭിപ്രായം പറയൽ സ്വാഭാവികമാണെന്നേ. വളരെ എമിനന്റ് ആയ ലോയേഴ്സ്, കപിൽ സിബലിനെ പോലെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ഒരു ബെഞ്ച് അത് ഹാൻഡിൽ ചെയ്യുന്നു. ആ സമയത്ത് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒരു കക്ഷി വിജയിച്ചു എന്നുള്ളതിന്റെ സൂചനയായിട്ട് എങ്ങനെയാണ് കാണാൻ കഴിയുക? എന്തൊരു അടിസ്ഥാനരഹിതമായ ഒരു ആഹ്ലാദ പ്രകടനമാണത്. അത് ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ, സ്റ്റേ ചെയ്യട്ടെ സ്റ്റേ ചെയ്യാതിരിക്കട്ടെ. ഇപ്പോൾ ഈ കാണിക്കുന്ന അമിതാവേശം അണികൾക്ക് കൊടുക്കുന്ന തെറ്റായ സന്ദേശമാണ്. സ്റ്റേ ചെയ്യപ്പെട്ടേക്കാം, സ്റ്റേ ചെയ്യപ്പെടാതിരുന്നേക്കാം. നമ്മൾ അത് സംബന്ധിച്ചുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകുന്നത് കോടതി ഇടപെടലുകളിലുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലാണ്. ആ കമന്റ്സ് തന്നെ പിന്നെ ശരിയല്ല എന്നൊരു അഭിപ്രായക്കാരനാണ്. വളരെ പെട്ടെന്ന് ഞാൻ മറ്റു അതിഥികളിലേക്ക്, ശ്രീ ഷാക്കിർ അദ്ദേഹം കൈ ഉയർത്തിയിരുന്നു എന്ന് തോന്നുന്നു. ഷാക്കിർ, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് തിരികെ വരുമ്പോൾ ശ്രീ ഷാക്കിർ, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, അങ്ങനെ കേന്ദ്ര സർക്കാരിനെ തല്ലിയതായോ തലോടിയതായോ എനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന്. ഇവിടെ അഡ്വക്കേറ്റ് MS സജി, അദ്ദേഹം നിയമവിദഗ്ധനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കുറച്ചു നാൾ ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോൾ കോടതി പെർമിഷൻ ഉണ്ടായിരുന്ന കാർഡുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തനായതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ വാദങ്ങളൊക്കെ നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വാദമല്ല, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല കേസുകളിലെയും. അത് ആ സമയത്ത് നമുക്ക് രസകരമായി തോന്നാം. ചിലപ്പോൾ ജഡ്ജും വക്കീലും തമ്മിലുള്ള വലിയ ഫൈറ്റ് നടക്കുന്നത് കാണാം, ചിലപ്പോൾ നർമ്മരസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കോടതി വിധിയിലേക്ക് വരുമ്പോൾ ആ ആർഗ്യുമെൻ്റ് ഒന്നും, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് സജി പറഞ്ഞതാണ്, അതിൽ കുറച്ച് വസ്തുതാപരമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളോടും ആവർത്തിച്ച് ചോദിച്ചത്, ഇപ്പോഴീ പറയുന്നത് പോലെ ലീഗിനോ അല്ലെങ്കിൽ ഹർജിക്കാർക്കോ ഒക്കെ ആഹ്ലാദിക്കാവുന്ന ഒരു സമയമോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ഇതാണ് വരാൻ പോകുന്നത് എന്നൊരു മുൻവിധിയോ നൽകേണ്ടതുണ്ടോ എന്ന സംശയമുണ്ടാകുന്നത്. അല്ല, മുൻവിധിയല്ല, വന്ന വിധിയിലുള്ള അഭിപ്രായമാണ് നമ്മൾ പറയുന്നത്. ഇപ്പം സംസാരിച്ച അഡ്വക്കേറ്റ് പിന്നെ സജി ഉൾപ്പെടെയുള്ള ആളുകളുടെ മുൻവിധിയാവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഇന്നലെ നടന്ന വിചാരണയുടെ പ്രൊസീഡിങ്സ് ലഭ്യമാണല്ലോ. അതേപോലെ തന്നെ ഇന്ന് വളരെ ചെറിയ സമയം കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ പിറകോട്ട് പോയത് നമ്മൾ കണ്ടു. ഈ കേസ് ഫയൽ ചെയ്തിട്ട് ഈ 7-8 ദിവസം കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ അഭിഭാഷകന് ഇത്ര ദിവസമായിട്ടും, അല്ല പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലിന് ഇത്ര ദിവസമായിട്ടും ഒരു മറുപടി പോലും ഒരു വിഷയത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഈ ഹർജിക്കാരെ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചത് ഉത്തരമില്ല. ഞങ്ങൾ നാളെ പറയാമെന്ന് പറഞ്ഞ് ഇന്നലെ പോയതാണ്. ഇന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീർത്ത് പോയിക്കാണ്. അപ്പോൾ നമ്മൾ കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചുള്ള ഉത്തരവ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇടക്കാല ഉത്തരവ് ആർക്കാണ് ആശ്വാസം? ഇടക്കാല ഉത്തരവ് ഹർജിക്കാർക്ക് ആശ്വാസമാണ്, കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാണ്. എന്താ സംശയം? നിങ്ങൾ തൽസ്ഥിതി തുടരുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പുതുതായി കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി സുപ്രീം കോടതി അംഗീകരിച്ചിട്ടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഹർജിക്കാരുടെ വാദം താൽക്കാലികമായി അംഗീകരിച്ചിട്ടുണ്ട്. വിശദമായി വാദം കേട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരാഴ്ച കാലത്തെ ആവശ്യപ്പെട്ട സമയം കൂടി പരിഗണിച്ച് അതിനുശേഷം വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കും. അതുവരെയുള്ള വർത്തമാനമാണ് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഇതിൽ അമിതമായ ആഹ്ലാദമില്ല. നമ്മൾ കോടതിയിൽ പ്രതീക്ഷയുണ്ട്. നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് കോടതിയിലും തെരുവിലും പാർലമെന്റിലും JPCക്ക് മുമ്പാകെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചതാണ്. അത് ശരിവെക്കുന്ന തരത്തിൽ ഇന്നലെ പരാമർശം ഉണ്ടായി എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ പരാമർശം ഓർഡറായി പുറത്തു വന്നിട്ടില്ല. ഓർഡറായി പുറത്ത് വരുന്നത് എന്താണെന്ന് നമുക്ക് കാത്തിരിക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നേരത്തെ BJPയുടെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 2013 ഈ നിയമം ഭേദഗതി ചെയ്തപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ അന്നത്തെ UPA ഗവൺമെന്റോ ഇവർക്കെതിരായി വല്ലതും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ
12 വർഷം ഇവരെവിടെയായിരുന്നു? രാജ്നാഥ് സിംഗും സുഷമാ സ്വരാജും ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ട JPCയിൽ ഇന്ന് ഉണ്ടായതുപോലെ ഇന്നത്തെ JPCയിൽ ഭൂരിഭാഗവും ഈ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ലിനെതിരെ ആളുകൾ അഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് 2013 കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയെ രാജ്നാഥ് സിംഗും സുഷമാ സ്വരാജും ഉൾപ്പെടെയുള്ള ആളുകൾ ഐക്യകണ്ഠേന പിന്തുണച്ചതാണ്. പിന്നെ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഈ BJP കാലങ്ങളായി ചെയ്തു വരുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ കരിനിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ആ കരിനിയമത്തെയാണ് തുടക്കത്തിലെ കോടതി എന്താ പറയുക, ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ചരിത്രത്തിലാദ്യമായി പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തെ 24 മണിക്കൂറിനുള്ളിൽ ഇത് നിങ്ങളിപ്പോൾ നടപ്പിലാക്കരുത്, ഇതിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകളൊന്നും നടപ്പിലാക്കരുത്, ഒരാഴ്ചക്കാലത്തിനിടയ്ക്ക് നിങ്ങളുടെ വിശദീകരണം നൽകണം എന്ന് പറഞ്ഞയച്ചതാണ് കേന്ദ്ര സർക്കാരിനെ. അല്ലേ? ശരിയല്ലേ അഭിലാഷ്? അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്? ആണല്ലോ. തീർച്ചയായും. പിന്നെ നിങ്ങൾ സർക്കാർ അഭിഭാഷകർ സ്റ്റേ ചെയ്യരുത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ ഉന്നയിച്ചിരുന്നു, അത് അംഗീകരിക്കുന്നു. അല്ല ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരുപാട് വിവാദ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കെതിരെ പലപ്പോഴും പലരും കോടതിയിൽ പോയിട്ടുണ്ട്. ഒരു സമയത്തും കോടതി തൊട്ടടുത്ത ദിവസം തന്നെ സ്റ്റേ കൊടുത്തിട്ടില്ല. പക്ഷേ നേരത്തെ നമ്മളെ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ സാധാരണ നോട്ടീസ് അയക്കാറാണ് പതിവ്. ഇത് നോട്ടീസ് അയക്കുകയല്ല ചെയ്തിട്ട് തൽക്കാലം നിങ്ങൾ അത് മാറ്റിവെക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് കോടതി പറയുന്ന വിധിയിലല്ല നമ്മളിപ്പോൾ അഭിപ്രായം പറയുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്നിട്ടുള്ള വിചാരണയും ഇന്ന് കോടതി ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചതും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ എന്താ പറയുക വിലയിരുത്തുന്നത്. ആ വിലയിരുത്തലിൽ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ സന്തോഷമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത കാലത്ത് ഇവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളും 5 മിനിറ്റ് കൊണ്ട് പാർലമെന്റിൽ നിന്ന് ചുട്ടെടുത്തതാണ്. ഇപ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി രാത്രി 12 മണിക്ക് ശേഷമല്ലേ ഒരു ചർച്ചയ്ക്ക് പോലും അവസരം കൊടുത്തില്ല. എന്നാൽ ഇത് വഖഫ് ബില്ല് അവിടെ കൊണ്ടുവന്നപ്പോൾ ഇവർക്ക് അങ്ങനെ ചുട്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ചർച്ച നടന്നു. ആദ്യഘട്ടത്തിൽ JPCക്ക് വിട്ടു, പിന്നീട് 12 മണിക്കൂർ പാർലമെന്റിൽ വീണ്ടും ചർച്ച നടത്തി, 12 മണിക്കൂർ രാജ്യസഭയിൽ ചർച്ച നടത്തി. അങ്ങനെ ആ ചർച്ചകളിലൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. BJP ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ മനസ്സിലാക്കി. ഈ ചർച്ച കൊണ്ട്, അതായത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഈ ന്യൂസ് 18 പോലെയുള്ള ചർച്ചകൾ നിരന്തരമായി ഈ വിഷയം എടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ ആളുകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് വഖഫ് എന്ന് പറഞ്ഞാൽ അത് ആരുടെയെങ്കിലും ഭൂമി കയ്യേറ്റം ചെയ്തതോ പിടിച്ചടക്കിയതോ ആണ് എന്നാണ്. അതല്ല. യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് കൃത്യമായ നിർവചനം സുപ്രീം കോടതി പോലും ഇന്ന് ഒരു വേള പറയുകയുണ്ടായി. അത് ഇസ്ലാം മത വിശ്വാസികൾ ദൈവപ്രീതി ആഗ്രഹിച്ച് മാറ്റിവെക്കുന്ന സ്വത്ത് ആണ് വഖഫ് എന്നുള്ളത്. അവിടെ പിടിച്ചെടുക്കലില്ല, കയ്യേറ്റമില്ല. സ്വാഭാവികമായി രാജ്യത്ത് പല വിഷയങ്ങളിലും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിലും ആരെങ്കിലും ഒക്കെയായി തർക്കങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ട്. ഇവർ പറയുന്നത് പോലെ വഖഫ് ട്രിബ്യൂണൽ അന്തിമമല്ല. അതിനും അക്കാലത്തൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരുന്നു. ഇപ്പൊ ദേവസ്വം ബോർഡുകളിലൊക്കെ പലതരം കേസുകളുണ്ടല്ലോ. ആ കേസുകളൊക്കെ പരിഹരിക്കപ്പെടുന്നില്ലേ? അതിന് മാർഗങ്ങളില്ലേ? വഖഫ് ബോർഡിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാൻ ഈ ചർച്ചയും വിവാദവും ഗുണകരമായി. ഒരുപാട് മലയാളികൾക്ക് വഖഫ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ആരുടെയോ ഭൂമി കയ്യേറിയ ഏർപ്പാടാണ് വഖഫ് എന്നാണ്. അങ്ങനെയല്ല. നല്ല മനുഷ്യര് നികുതി അടക്കുന്ന ഭൂമി, എന്താ പറയാ, ആധാരങ്ങളുള്ള ഭൂമി, കാലങ്ങളായി കൈവശം വെക്കുന്ന ഭൂമി, മരണശേഷം പാരത്രിക ജീവിതത്തിൽ മോക്ഷം ലഭിക്കണേ എന്നുള്ള വിശ്വാസത്തിൽ നമ്മളെ വിശ്വാസപ്രകാരം പള്ളിക്കോ അല്ലെങ്കിൽ ധർമ്മസ്ഥാപനങ്ങൾക്കോ മാറ്റി വെച്ചതാണ്. അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് കൃഷ്ണദാസ് അങ്ങനെ അതായത് ഈ ഷാക്കിർ പറയുന്നത് പോലെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ ചില പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകൾ തിരുത്തപ്പെടാം. പക്ഷേ ആ പിഴവുകളുടെ പേര് പറഞ്ഞ് അവിടേക്ക് ചില അജണ്ടകൾ കയറ്റുന്നുണ്ടോ എന്ന സംശയം കൂടി ഈ ചർച്ചയുടെ ഭാഗമായി എപ്പോഴും ഉയർന്നു വരുന്നതാണ്. കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരം ചില സംശയങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അമുസ്ലിങ്ങൾ ആയിട്ടുള്ള ആളുകളെ അടക്കം ഉൾപ്പെടുത്തുന്നതിൻ്റെ സാങ്കത്യം. അത് ശ്രീ റോണി സൂചിപ്പിക്കുകയും ചെയ്തു. വിവിധ ട്രസ്റ്റുകൾ, മറ്റ് ട്രസ്റ്റുകളുടെ അംഗങ്ങൾക്ക് ഇതര മതത്തിൽപ്പെട്ടവർക്കൊക്കെ ഇടം നൽകാറുണ്ടോ? ഇന്ന ട്രസ്റ്റുകളിൽ ഇതര വിഭാഗക്കാരുണ്ടോ? അപ്പോൾ ഇതിന് മാത്രം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു അജണ്ടയായി തോന്നാം. അപ്പോൾ റോണി പറയുന്നത് പോലെ എവിടെയെങ്കിലുമൊക്കെ ഒരു എഡിറ്റിങ്ങിനുള്ള സാധ്യത BJP തള്ളിക്കളയുന്നുണ്ടോ ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന്? ബഹുമാനപ്പെട്ട അഭിലാഷ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു മുൻവിധിയോട് കൂടിയുള്ള ഒരു കണക്കുകൂട്ടൽ നടത്തി ഏതെങ്കിലും ഒരു ഉത്തരവ് പറയാനോ
അതിൻ്റെ നടപടികൾ പറയാനോ ഞാൻ ആളല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് സർക്കാരും ഹർജിക്കാരും കൊടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കോടതിയിൽ നടക്കേണ്ട ചർച്ചകളുടെ ഭാഗമായി ഉണ്ടാവേണ്ടതാണ്. ഇവിടെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാം, പ്രചരണം നടത്താം, കള്ളത്തരം പ്രചരിപ്പിക്കാം. ഞാൻ അഭിലാഷിൻ്റെ വാട്സപ്പിലേക്ക് ഇന്നത്തെ സുപ്രീം കോടതിയുടെ ആ ഓർഡർ അങ്ങനെ തന്നെ അയച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗം ഒന്ന് വായിക്കാം. ഓർഡർ എന്ന് പറയുന്ന ഭാഗം അഭിലാഷിന് നോക്കാം, ഞാൻ വായിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളത്. During the course of the hearing, Mr. Tushar Mehta, the learned Solicitor General, stated that the respondents would like to file response within a period of 7 days from today. He assures this court that till the next date of hearing, no appointments would be made to the Central Waqf Council and Waqf boards in the states and the National Capital Territory of Delhi under Section 9 and 14 respectively of the Principal Act, that is, the Unified Waqf Management Empowerment, Efficiency and Development Act 1995, the amendment by the Waqf Amendment Act 2025. He further states that if the government of any state or the capital of territory Delhi makes any such appointment, the same may be declared void. ഞാൻ ഇത് തന്നെയല്ലേ ഏറ്റവും ആദ്യം പറഞ്ഞത്, അതായത് സോളിസിറ്റർ ജനറൽ അങ്ങോട്ടേക്ക് കോടതിയോട് ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ നടപടികൾ അങ്ങനെ തന്നെ കോടതി എടുത്തു പറഞ്ഞു. 5 കേസുകൾ കോടതി എടുത്തത് പ്രധാനപ്പെട്ട കേസുകളായി. അവിടെയാണ് കൃഷ്ണദാസ് എന്റെ സംശയവും അതാണ്. അതായത് ഇതിപ്പോൾ താൽക്കാലികമായി നടപ്പിലാക്കില്ല എന്നൊക്കെ സോളിസിറ്റർ ജനറൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഇത് പെട്ടെന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തെറ്റായ സന്ദേശമാകുമെന്നും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയല്ല അഭിലാഷ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ 95 മുതലും 2013 മുതലും നടക്കുന്ന കള്ളപ്രചരണങ്ങളും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അവകാശത്തെ അവകാശത്തെ കൈയാളാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഇവർക്കെതിരെ കേസ് പോയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് പോയിട്ടുണ്ടോ? കേസ് പോയിട്ടുള്ളത് ആരാണ്? പണം കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മുനമ്പത്തെ ജനങ്ങൾ, അവർ കേസ് പോയിട്ടുണ്ട്. ആ തരത്തിൽ പരാതിയുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ മാത്രമല്ലെന്നേ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ആ മുനമ്പത്തെ അടക്കമുള്ള ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു കോളേജ് വന്നൊരു ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ, അഭിലാഷിന് അറിയാലോ. എന്ത് പറഞ്ഞിട്ടാണ്? ഞങ്ങളുടെ കോളേജ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഭരിക്കുന്ന കോളേജാണ്, അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലൊന്ന് ഹർജി കൊടുത്തിരിക്കാൻ. ഇത് വഖഫ് ബോർഡിൻ്റെ ഭാഗമല്ല, ഇത് വഖഫ് ഭൂമിയല്ല, ഞങ്ങളുടെ കോളേജ് വഖഫിൻ്റെ ഭാഗമല്ല. ഞങ്ങളാണോ പറയുന്നത്? BJP ആണോ പറയുന്നത്? ഏതെങ്കിലും ഹിന്ദു സമൂഹമാണോ പറയുന്നത്? ക്രിസ്ത്യൻ സമൂഹമാണോ പറയുന്നത്? അല്ല, പണം കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ടുള്ള ആളുകൾ അവർ പറയുകയാണ് ഇത് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്, ഇത് അതിലേക്ക് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നതാ. അതിന്റെ പേരിൽ അതാണല്ലോ ശ്രീ കൃഷ്ണദാസ്, എന്റെ സംശയം. അതിന്റെ പേരിൽ ഈ ബോർഡ് കൗൺസിൽ അതിലൊന്നും മാറ്റം വരുത്തരുത് എന്ന് കോടതി പറയുന്നുണ്ട്. എൻ്റെ സംശയം ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ചില പിഴവുകളുണ്ടാകാം, അതിപ്പോൾ എല്ലാ നിയമങ്ങളിലും അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ചില മാറ്റങ്ങളുണ്ടാകാം. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് മറ്റ് അജണ്ടകൾ തിരികെ കയറ്റുന്നുണ്ടോ എന്നും കോടതി സംശയം ഉന്നയിച്ചു കഴിഞ്ഞു. അഭിലാഷ്, ഇതൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, ആ ബോർഡിൽ ഈ ആളുണ്ടോ, ഈ ബോർഡിൽ ആ ആളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിനെ സംബന്ധിക്കുന്നതും മറ്റ് സംവിധാനങ്ങളെ സംബന്ധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബോർഡുകളിൽ എങ്ങനെയാണ് ആളുകൾ നിയമിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ആളുകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഭരണം നടക്കുന്നത്, ഇതൊക്കെ ആർക്കും അറിയാത്തത്? ഇതൊക്കെ അറിയാത്ത കാര്യങ്ങളാണോ? കോടതി അതിൻ്റെ ഒരു സംഘത്തിന് ചോദിച്ചു, കോടതി അതിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കരുതെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. അതിലേതെങ്കിലും ഒരാളുകളെ നിയമിക്കരുതെന്ന് പറഞ്ഞു? ഇല്ലല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് അതാ ഞാൻ പറഞ്ഞത്, കള്ളത്തരം പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടെ കലാപം ഉണ്ടാക്കാനുള്ള, സെറ്റ് ചെയ്യാനുള്ള അജണ്ടയുടെ ഭാഗമാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, ഗവൺമെന്റ് ഒഴികെയുള്ള ആളുകളെ, മുസ്ലിങ്ങളായ ആളുകളെ നോമിനേറ്റ് ചെയ്യണം എന്നാണ് കോടതി ചോദിച്ചത്. എന്തിനാ നിങ്ങൾ ഇടയ്ക്ക് കയറുന്നത്? അല്ല, വളരെ സമയപരിമിതിയുണ്ട്. ഞാൻ കൃത്യമായ കാര്യമല്ലേ പറയുന്നത്. അല്ല, നിങ്ങൾ ആവേശപ്പെട്ട നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ചോദിച്ച ഇടപെട്ടാൽ ഞാൻ നിങ്ങളുടെ സംസാരത്തിൽ അതിന്റെ ആവശ്യം അല്ല, എന്നോട് ഈ ചോദ്യം കോടതി ചോദിച്ചല്ലോ ശ്രീ കൃഷ്ണദാസ്. നമുക്ക് അഭിലാഷിന്റെ ചോദ്യം, ഷാക്കിറിന്റെ ചോദ്യം ഒക്കെ വിട്ടേക്കോ? കോടതി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ലോ. ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല,
അല്ല, അല്ലെന്ന്. അല്ല, അഭിലാഷ് അല്ല, ചോദിച്ച അഭിലാഷ് ചോദ്യത്തിന് ചോദിച്ച ഉത്തരം ചോദ്യം പറയാനുള്ള എല്ലാവരുടേതുമാണ്. ബോധ്യം നിങ്ങൾ അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം അഡ്വൈസിന്റെ പറയുന്നില്ല? ആവശ്യമില്ല. അത് ഞങ്ങൾക്ക് കൂടെ അല്ല. നിങ്ങൾ അല്ലെന്ന് പറയേ, ഞാൻ- നിങ്ങൾ പറ, നിങ്ങൾ അല്ലെന്ന് പറ, ഞാൻ- നിങ്ങൾ പറ, അല്ല, ഞാൻ- നിങ്ങൾ അല്ല, പറ, ഞാൻ- ഒഴിഞ്ഞു പറഞ്ഞേ. ഞാൻ നിങ്ങളുടെ അല്ല, ഒരു സംസാരത്തിലും ദേവസ്വം ബോർഡിന് ഒരു ഇടപെട്ടില്ലല്ലോ. നിയമവും വഖഫ് ബോർഡിന് മറ്റൊരു നിയമവും, അതെന്താ അങ്ങനെ? അല്ല, നിങ്ങൾ സംസാരത്തിൽ നിങ്ങളുടെ- ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പൊ അത് മാത്രം നിങ്ങൾക്ക് മാത്രമല്ലേ ഈ പണി പറ്റുക? നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ആ, പറയൂ ശ്രീ കൃഷ്ണദാസ്, വളരെ പെട്ടെന്ന്. അഭിലാഷ്, ഈ തരത്തിലുള്ള മണ്ടത്തരങ്ങൾക്ക് എന്നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ വേണ്ടി അല്ല, ശ്രമിക്കും. കോടതിയല്ലേ ശ്രീ കൃഷ്ണദാസ് ചോദിച്ചത്? കോടതിയല്ലേ ഈ ട്രസ്റ്റുകളുടെ പേരുകൾ പറഞ്ഞത്? അതിനെ നമ്മൾ എങ്ങനെയാണ്? അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, എന്റെയും ഷാക്കിന്റെയും ചോദ്യം അല്ല, ഒഴിവാക്കിക്കോളൂ. ഇപ്പൊ കോടതി താങ്കൾ ആ ബിജെപിക്കാർക്ക് കോടതിയുടെ കോടതി നിരീക്ഷണത്തിന് മണ്ടത്തരമായി. മാത്രം ഒന്ന് മറുപടി അല്ലേ? നൽകി നമുക്ക് അവസാനിപ്പിക്കാം. അതെ. അല്ല, അല്ല, അതിപ്പോ കോടതി മണ്ടത്തരമായി ബിജെപിക്ക്. ഞാൻ അതുകൊണ്ടാണ് മണ്ടക്ക് കിട്ടാൻ ആഗ്രഹമുള്ളൂ ബിജെപിക്ക്. വെയിറ്റ് അഭിലാഷേ, കേട്ടോ. പറയട്ടെ ശ്രീ ഷാക്കിർ, പറയട്ടെ. അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട് അല്ല, നിങ്ങൾ എന്തിനാണെന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി സംസാരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ ശരി ശ്രീ കൃഷ്ണദാസ്, സമയം അവസാനിച്ചു. ചർച്ച അവസാനിപ്പിക്കാൻ എനിക്ക് നിരന്തരം നിർദ്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഇനി ശല്യപ്പെടുത്തുന്നില്ല. അല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾസ് ഫ്രെയിം ചെയ്യാതെ ഒരു നടപടിയും നടക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാത്തവരല്ല ഈ രാജ്യത്തെ നിയമം നടപ്പാക്കുന്ന ആളുകളും നിയമം നിർമ്മിക്കുന്ന ആളുകളും ഇത് നടപ്പാക്കുന്ന ആളുകളും. ആവശ്യമില്ലാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് വെറുതെ ഒരു ചർച്ചയുണ്ടാക്കി അതിന്റെ പുറത്തൊരു കലാപം ഉണ്ടാക്കാനുള്ള ആളുകളെ കൂട്ടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചാൽ അത് ഈ രാജ്യത്ത് നടപ്പാകുന്ന കാര്യമല്ല. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ ഒറ്റ കാര്യം കൂടി വളരെ പെട്ടെന്ന്, താങ്കൾ തുഷാർ മേത്ത, അതായത് കോടതിയോട് ഇന്നത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തത് എന്ന് പറയുന്നു. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിയമിക്കാൻ പോകുന്നില്ല, വഖഫ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നില്ല, കളക്ടർക്ക് ഉത്തരവാദിത്തം എന്നതിൽ. പക്ഷെ ഇതൊക്കെ അടുത്ത സ്റ്റെപ്പായി വരാൻ പോകുന്ന കാര്യങ്ങളല്ലേ? ഇപ്പോൾ ഇത് ചെയ്യില്ല എന്നല്ലേ തുഷാർ മേത്ത പറഞ്ഞിട്ടുള്ളൂ? അഭിലാഷേ, അതാണ് സർക്കാരിന്റെ വാദം കൂടി കേട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള നിയമനിർമ്മാണത്തിന്റെ സാങ്കത്യം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ വാദം വരട്ടെ. അത് തന്നെയല്ലേ പറഞ്ഞത്. അതിനു മുൻപ് ഒരു നരേറ്റീവ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതി ഇന്നലെ അസന്നിഗ്ധമായി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ഹർജിക്കാരടക്കമുള്ള ആളുകളോട്. ഈ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്രമങ്ങളും മറ്റു നടപടികളും നടക്കുന്നുണ്ട്, അതും അവസാനിപ്പിക്കണം, അതും കയ്യും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞതുകൂടി ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാണുന്നതും കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണുന്നതും നന്നായിരിക്കുമെന്ന് മാത്രമേ എന്തായാലും 7 ദിവസത്തെ സമയമാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം കോടതി വിശദമായി ഇത് പരിഗണിക്കും. അപ്പോഴായിരിക്കും ഇതിലൊരു അന്തിമ വിധി വരിക. തീർച്ചയായും ആ സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഇരുന്ന് ചർച്ച ചെയ്യാം. വളരെയധികം നന്ദി. ചില അതിഥികളിലേക്ക് കൂടുതൽ സമയം പോകാൻ സാധിച്ചിട്ടില്ല. ശ്രീ റോഡി, ശ്രീ സജി, ക്ഷമിക്കുക. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.